പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. മാതാപിതാക്കളും സോദരർ ബന്ധുക്കൾ ആരുവെടിഞ്ഞിടിലും അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. അനാഥനായി നിന്നെ കൈവിടുകില്ലെന്ന് അരുളിയോൻ കൂടെയുണ്ട്. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. കഷ്ടങ്ങളേറുമ്പോൾ ആവശ്യങ്ങൾ ഏറിലും സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. സഹായിപ്പാനായി സ്വർലോകനാഥന്റെ കരങ്ങൾ കുറുകിട്ടില്ല. ആശ്രയിപ്പാനൊരു നാമമുണ്ടെങ്കിലത് യാഹല്ലാതാരുമില്ല. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. പ്രശംസിപ്പാൻ വക ഉണ്ടെങ്കിലോ അത് യേശുവിൻ സന്നിധിയിൽ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അനന്തരം യഹോവ യോശുവയോട് അരുളിച്ചെയ്തത്, ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്. ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്. യോശുവയോടുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്. ജഡത്തിൻ്റെ ശക്തിയിൽ ധൈര്യപ്പെടുന്ന ആളുകളുണ്ട്, ശരീരശക്തിയിൽ ധൈര്യപ്പെടുന്ന ആളുകളുണ്ട്, ഭുജബലത്തിൽ ശക്തിപ്പെടുന്ന ആളുകളുണ്ട്, കൈക്കരുത്തിൽ ആശ്രയിക്കുന്ന ആളുകളുണ്ട്, സൈന്യ സന്നാഹത്തിൽ ആശ്രയിക്കുന്ന ആളുകളുണ്ട്, ബന്ധുബലത്തിൽ ആശ്രയിക്കുന്ന ആളുകളുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ മികവിലും തികവിലും ആശ്രയിക്കുന്ന ആളുകളുണ്ട്, ഔദ്യോഗിക പ്രൗഢിയിൽ അഹങ്കരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അവരിൽ പലരിലും അഹങ്കാരം ശാപമായി മാറുന്നുണ്ട്. അഹങ്കാരം മൂലം കനത്ത ആഘാതങ്ങൾ നേരിടുന്ന അനുഭവം വരാറുണ്ട്. നിങ്ങൾ പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും നെപ്പോളിയൻ ബോണപ്പാർട്ട്. യൂറോപ്പിലെ സിംഹം എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. യൂറോപ്പിലെ സിംഹം. സാമ്രാജ്യം വിപുലീകരിച്ചു. ഫ്രാൻസിൽ തുടങ്ങിയ സാമ്രാജ്യം അയൽ രാജ്യങ്ങളിലേക്ക് കടന്നു. ഏതാണ്ട് യൂറോപ്പ് മുഴുവൻ തന്നെ കീഴടക്കി എടുക്കുന്നത് പോലത്തെ സ്ഥിതിയിലേക്കായി. ഇംഗ്ലണ്ടുമായി യുദ്ധം തുടങ്ങി. വലിയ യുദ്ധമായി. 1815 സുപ്രസിദ്ധമായ വാട്ടർലൂ സുപ്രസിദ്ധമായ വാട്ടർലൂ യുദ്ധം. ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതറിയാമായിരിക്കും. ആ യുദ്ധം വരുന്നതിന് മുൻപ് നെപ്പോളിയൻ പറഞ്ഞു, ഇമ്പോസിബിലിറ്റി ഈസ് ദ വേർഡ് ദാറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ദ ഡിക്ഷണറി ഓഫ് ഫൂൾസ്. അസാധ്യമെന്ന് പറയുന്നത് വിഡ്ഢികളുടെ നിഘണ്ടുവിൽ മാത്രം കാണുന്നൊരു വാക്കാണ്. അസാധ്യമെന്നൊന്നില്ല, എന്തും സാധിക്കാം. ഇമ്പോസിബിലിറ്റി ഈസ് ദ വേർഡ് ദാറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ ദ ഡിക്ഷണറി ഓഫ് ഫൂൾസ്.
വിഡ്ഢികളുടെ നിഘണ്ടുവിലുള്ള വാക്കാണ് അസാധ്യം. അത്ര അഹങ്കാരിയായിരുന്നു അദ്ദേഹം, അത്ര കരുത്തനുമായിരുന്നു, അത്ര ദൃഢധൈര്യമുള്ളവനായിരുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ നെപ്പോളിയൻ തൻ്റെ സേനാനായകനെ വിളിച്ചു. വാട്ടർലൂ യുദ്ധം നടക്കുകയാണ്. പടത്തലവനെ വിളിച്ചു. പറഞ്ഞത് എങ്ങനെയാണ്, ഇന്ന് വൈകുന്നേരം നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ കൊടി ഇംഗ്ലണ്ടിൽ ഉയരും. ഇന്ന് വൈകുന്നേരം നാം ജയിച്ച് ഇംഗ്ലണ്ടിൽ നമ്മുടെ കൊടി ഉയർത്തും. ഇന്ന് വൈകുന്നേരം ആകുന്നതിന് മുൻപ് നാം ജയിക്കും. വാട്ടർലൂ യുദ്ധം നയിക്കുന്ന ലോർഡ് വെല്ലിംഗ്ടൺ അദ്ദേഹത്തെ ബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് നെപ്പോളിയൻ്റെ ജയിലിലിടും. ഉടനെ ഈ സൈന്യതലവൻ പറഞ്ഞു, മനുഷ്യൻ ഒന്ന് വിചാരിക്കുന്നു, ദൈവം മറ്റൊന്ന് തീരുമാനിക്കുന്നു. മനുഷ്യനൊന്ന് വിചാരിക്കുന്നു, ദൈവം മറ്റൊന്ന് തീരുമാനിക്കുന്നു. ആർക്കറിയാം? നെപ്പോളിയൻ പറഞ്ഞു, നോ, അങ്ങനെ നീ പറയരുത്. നെപ്പോളിയൻ ഒന്ന് വിചാരിക്കുന്നു, നെപ്പോളിയൻ അത് തീരുമാനിക്കുന്നു. അതങ്ങനെ നടന്നിരിക്കും. ഇന്ന് വൈകുന്നേരം വെല്ലിംഗ്ടൺ പ്രഭു നമ്മുടെ ജയിലിലായിരിക്കും. നമ്മുടെ കൊടി ഇംഗ്ലണ്ടിൻ്റെ തലസ്ഥാനത്ത് പൊങ്ങും. യുദ്ധം തുടങ്ങി. പെട്ടെന്നാണ് ഒരു വലിയ പെരുമഴ ഉണ്ടായത്. വലിയ മഴ, കൊടുങ്കാറ്റും, ഭയങ്കരമായ മഴയും കൊടുങ്കാറ്റും. സൈന്യത്തിന് ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റിയില്ല. നെപ്പോളിയൻ്റെ സൈന്യത്തിന് ഒരു ചുവട് മുന്നോട്ട് നീങ്ങാൻ പറ്റിയില്ല. തോൽവിയടഞ്ഞു. നെപ്പോളിയൻ്റെ സൈന്യം തോറ്റു. എന്തുകൊണ്ടാണെന്നറിയാമോ? അന്ന് വൈകുന്നേരം ഈ നെപ്പോളിയൻ ലോർഡ് വെല്ലിംഗ്ടൻ്റെ ജയിൽ പുള്ളിയായി മാറി. ലോർഡ് വെല്ലിംഗ്ടൺ നെപ്പോളിയനെ തോൽപ്പിച്ച് ജയിലിലാക്കി. സ്വന്തമായി ധൈര്യമുള്ളവരുണ്ട്. ജഡത്തിൻ്റെ ധൈര്യം എന്ന് പറയും, ജഡത്തിൻ്റെ ധൈര്യം. എന്നാൽ ധൈര്യം എന്താണ്? ധൈര്യം ദൈവത്തിലാണ്. ദൈവത്തിലായിരിക്കണം ധൈര്യം. സൈന്യസന്നാഹത്തിൽ ധൈര്യമില്ല. സൈന്യസന്നാഹത്തിൽ ആശ്രയിച്ചിട്ട് കാര്യമില്ല. സേനാബലത്തിൽ ആശ്രയിച്ചിട്ട് കാര്യമില്ല. സഖരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണും, 4-ാം അധ്യായത്തിൽ, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാലത്രയെന്ന് യഹോവയുടെ അരുളപ്പാട്. സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാലത്രയെന്ന് യഹോവയുടെ അരുളപ്പാട്. സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. ജയം ദൈവത്തിൻ്റെ കൃപയാണ്. എവിടെയെല്ലാം ആരെല്ലാം ഉയർന്നിട്ടുണ്ടോ അതിൻ്റെ പിന്നിൽ അവരുടെ ആരുടെയും കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. അത്യുന്നതിൻ്റെ കൃപ. സൗജന്യദാനം. ഒന്നും നോക്കിയല്ല, ഒന്നിൻ്റെയും പ്രതിഫലമായി കിട്ടുന്നതുമല്ല. പ്രാർത്ഥന കൊണ്ടല്ല, ജാഗരണം കൊണ്ടല്ല, ഒരുക്കം കൊണ്ടല്ല, ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിഷ്ഠ കൊണ്ടല്ല, ഒന്നുമല്ല. ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ കൃപ. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ കൃപ എന്നെ എന്ന് തൊടണം. സൗജന്യദാനം എൻ്റെ മേൽ പകരണം. സൗജന്യമായി കൃപ എനിക്ക് തരണം. എനിക്ക് അർഹതയില്ലാത്തത് തരുന്നതായ കൃപ, അർഹതയില്ലാത്തത് ലഭിക്കുന്നതായ കൃപ ഇന്ന് എൻ്റെ ഉള്ളത്തിലേക്ക് നീ പകരണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. കൃപ. ദൈവത്തിന് സ്തോത്രം. യോശുവയോട് ദൈവം പറഞ്ഞു, ഈ ഹൈക്കോട്ട് ജയിക്കാൻ പോയിട്ട് നിങ്ങൾക്ക് തോൽക്കാനിടയായതിന് കാരണം നിങ്ങളുടെ ഇടയിൽ ശാപം വന്നിരിക്കുന്നു. ജനത്തിൻ്റെ മേൽ ശാപം വന്നിരിക്കുന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കാതിരുന്നാൽ നിങ്ങൾക്ക് ശത്രുവിന് മുമ്പിൽ നിൽക്കാൻ കഴിയുകയില്ല. ശാപം നിങ്ങളുടെ ഇടയിൽ നീക്കണം. യോശുവയോർത്ത്, എന്താ ശാപം? വചനം ലംഘിച്ചു എന്നാണ് ദൈവം പറഞ്ഞത്. എൻ്റെ കൽപ്പന ലംഘിച്ചു. നിങ്ങളിൽ ഒരാൾ കൽപ്പന ലംഘിച്ചു, ശപഥാർപ്പിത വസ്തു എടുത്തു, മോഷ്ടിച്ചു, ഒളിച്ചു വെച്ചു. നിങ്ങൾ ഒരാൾ പാപം ചെയ്തിരിക്കുന്നു. യോശുവ വ്യസനത്തോട് ജനത്തിനടുക്കിലേക്ക് ചെന്നു, പറഞ്ഞു, ദൈവത്തിൻ്റെ അരുളപ്പാട് എങ്ങനെയാണ്? നിങ്ങളുടെ ഇടയിൽ ശാപമുണ്ട്. ഇസ്രായേലേ, നിന്റെ നടുവിലൊരു ശാപമുണ്ട്. ഈ ശാപം നീക്കാത്തത് കൊണ്ടാണ് നമുക്ക് തോൽവി വന്നത്. അല്ലെങ്കിൽ നമുക്ക് എളുപ്പം ജയിക്കാമായിരുന്നു. എരിഹോ കോട്ട ജയിക്കുവാൻ ദൈവം കൃപ തന്നല്ലോ. തീർച്ചയായിട്ടും ഈ ചെറിയ കോട്ട നമുക്ക് ജയിക്കാമായിരുന്നു. തോൽക്കാൻ കാരണം ശാപം നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. യോശുവ പറഞ്ഞു. ജനവും ദുഃഖത്തോടുകൂടി യോശുവയുടെ ചുറ്റും വന്നുകൂടി. ഓരോ ഗോത്രമായി പിടിക്കപ്പെട്ടു, കുടുംബമായി പിടിക്കപ്പെട്ടു, അവസാനം വ്യക്തിയായി പിടിച്ചു. ആഖാൻ എന്ന് പറയുന്ന ഒരാൾ പിടിക്കപ്പെട്ടു. ആഖാനെ യോശുവയുടെ മുമ്പിൽ കൊണ്ടുവന്നു.
യോശുവ പറഞ്ഞു, മകനെ, യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് നീ യഹോവയോട് ഏറ്റുപറയുക. നീ എന്ത് ചെയ്തു എന്ന് ഏറ്റുപറയുക. എന്നോട് നീ മറച്ചു വയ്ക്കരുത്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം നമുക്ക് വായിക്കാം. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേൽ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറക. നീ എന്ത് ചെയ്തുവെന്ന് പറക, എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. ശാപം വന്നതിന് കാരണമെന്ത് എന്ന് നീ യഹോവയോട് ഏറ്റുപറയുക. ദൈവപുരുഷനായ എന്നോട് നീ മറച്ചു വയ്ക്കരുത്. നീ അനുതാപത്തോടെ ഏറ്റുപറയുക, ദൈവത്തോട് ഏറ്റുപറയുക. ദൈവപുരുഷനായ എന്നോട് നീ മറച്ചു വയ്ക്കരുത്. യോശുവ പറഞ്ഞു, മകനെ, ഇസ്രായേൽ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് നീ ഏറ്റുപറയുക. എന്ത് ചെയ്തു എന്ന് നീ പറയുക. ഞാൻ പാപം ചെയ്തെന്ന് പറഞ്ഞാൽ പോരാ. എന്ത് പാപമാണ് ചെയ്തത്, എങ്ങനെയെല്ലാമാണ് പാപം ചെയ്തത് പറയണം. എന്ത് ചെയ്തു എന്ന് പറയുക. എന്നോട് നീ മറച്ചു വയ്ക്കരുത്. ഇതൊന്നും പറയുന്നതിന് മുമ്പ് തന്നെ, നിങ്ങളുടെ ഇടയിൽ നിന്ന് ശാപം നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല, ശാപം മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് ജയം കിട്ടൂ എന്ന് കർത്താവ് അരുളി ചെയ്തപ്പോൾ തന്നെ ആഖാൻ ഓടി വരാമായിരുന്നു. പിടിക്കപ്പെടുന്നതിന് മുമ്പേ ആഖാൻ ഓടി വരാമായിരുന്നു. പിടിക്കപ്പെടുന്നതിന് മുമ്പ് ആഖാൻ ഓടി വന്ന്, അയ്യോ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എല്ലാവരും കേൾക്ക പറഞ്ഞാലും കുഴപ്പമില്ല, ശാപം മാറുന്ന കാര്യമല്ലേ, ജീവിതം നശിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യമല്ലേ. ആഖാൻ ഓടി വരാമായിരുന്നു. അയ്യോ എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഞാൻ ഒരാളാണ് പാപം ചെയ്തത്, ഞാൻ ഒരാൾ പാപം ചെയ്തുകൊണ്ട് ഈ ജനത്തിനെല്ലാം അനർത്ഥം വന്നിരിക്കുന്നു, ഞാനാണ് കുറ്റവാളി, ഞാനാണ് ശാപകരമായ കാര്യം ചെയ്തു പോയത്, ഞാനാണ് മോഷ്ടിച്ചത്, ഞാനാണ് മോഷണവസ്തു ഒളിച്ചു വെച്ചത്, ഞാനാണ് കുറ്റവാളി, ഞാനാണ് ദൈവവചനം ലംഘിച്ചത്, ദൈവകൽപ്പന ലംഘിച്ചത്. ഈ ആഖാൻ ഓടി വരാമായിരുന്നു. ചാൻസ് കൊടുത്തതാണ്, നല്ല അവസരം ദൈവം കൊടുത്തതാണ്. ആഖാൻ പിടിക്കപ്പെടുന്നവരെയും അനങ്ങിയില്ല. പിടിക്കപ്പെട്ടപ്പോൾ വരാതിരിക്കാൻ പറ്റില്ലല്ലോ, വന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കൂ. ന്യായവിസ്താര രംഗത്ത് ചെന്ന്, ന്യായാധിപതിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് എല്ലാം വെളിപ്പെടുന്നതിന് മുൻപ്, ശിക്ഷ വിധിക്കുന്നതിന് മുൻപ്, ഇന്ന് ഈ ശരീരത്തിലിരിക്കുമ്പോൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു കൊള്ളുക. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധിയുണ്ട്. അന്ന് പുസ്തകങ്ങൾ തുറക്കും, എല്ലാം വെളിവാകും. പുസ്തകങ്ങൾ തുറക്കും, ജീവൻ്റെ പുസ്തകം തുറക്കും, ഓർമ്മയുടെ പുസ്തകം തുറക്കും. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്ക് ന്യായവിധി ഉണ്ടാകുമെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം. പുസ്തകങ്ങൾ തുറന്നു, ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കെടുത്ത വിധിയുണ്ടായി. ശാപം മാറ്റുക എന്ന് ദൈവത്തിന് എളുപ്പാട് കിട്ടിയപ്പോൾ തന്നെ ഒട്ടും ലജ്ജിക്കാതെ ഉടനെ വന്ന് ശാപം മാറ്റാമായിരുന്നു. ഉടനെ പാവം ഏറ്റുപറയാമായിരുന്നു. അയ്യോ ഞാനാണ് ഉത്തരവാദി, ഞാനാണ് കുറ്റവാളി, ഇന്ന കാര്യമാണ് എനിക്ക് തെറ്റുപറ്റിയത്, ഇന്നതിലാണ് ശാപം വന്നത്, ഞാനാണ് കുറ്റവാളി എന്ന് ഏറ്റുപറയാമായിരുന്നു. അവനെ രക്ഷപ്പെടാമായിരുന്നു. ഇപ്പോൾ പിടിക്കപ്പെട്ടപ്പോൾ അവൻ വന്ന് ദുഃഖിതനായി വന്ന് നിന്നു, പിടിക്കപ്പെട്ടു വന്ന് നിന്നു. യോശുവ പറഞ്ഞു, മകനെ, ഇസ്രായേൽ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് നീ അവനോട് ഏറ്റുപറയുക. നീ എന്ത് ചെയ്തു എന്ന് പറയുക, എന്നോട് നീ മറച്ചു വയ്ക്കരുത്. അവൻ പറഞ്ഞു, ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ 3 കാര്യങ്ങൾ ഞാൻ മോഷ്ടിച്ചു. എന്തൊക്കെ വായിക്കാം. ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേൽ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നിന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു മോഹിച്ച് എടുത്തു. അവ എൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. വെള്ളി അടിയിലാകുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ഒരു ബാബിലോന്യ മേലങ്കി മോഷ്ടിച്ചു, ഞാൻ 200 ശേക്കൽ വെള്ളി മോഷ്ടിച്ചു, ഞാൻ 50 ശേക്കൽ പൊന്ന് മോഷ്ടിച്ചു. അത് ഞാൻ കണ്ടപ്പോൾ മോഹം തോന്നി, മോഹിച്ചു. മോഹം തോന്നിയപ്പോൾ എടുത്തു. തന്നെയല്ല, ഞാനത് കൊണ്ടുപോയി മറവ് ചെയ്തു, കൂടാരത്തിൽ ഞാനത് കുഴിച്ചിട്ടിരിക്കുന്നു. ഏറ്റവും അടിയിൽ വെള്ളിയാണ്, കൃത്യമായിട്ടുള്ള ഏറ്റുപറച്ചിലാണ്. പക്ഷേ അവൻ ഇതെല്ലാം പറയാമായിരുന്നു, നല്ലൊരു അവസരം കിട്ടിയതായിരുന്നു. ഇസ്രായേലിന് നടുവിലൊരു ശാപമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, പൊതുവായൊരു സത്യം പറഞ്ഞപ്പോൾ അവൻ ഓടി വന്ന് പറയാമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവനത് പറയാൻ തോന്നിയില്ല, അവനത് തുറക്കാൻ തോന്നിയില്ല. സംഭവിച്ചത് എന്താണ്? അവൻ ശിക്ഷിക്കപ്പെട്ടു. അവൻ യാഹോർ താഴ്വരയിലേക്ക് കൊണ്ടുപോയി അവനെ കല്ലെറിഞ്ഞ് അവനെ കൊന്നുകളഞ്ഞു. അവന് അനുദപിക്കാൻ കിട്ടിയ അവസരം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ മഹാബലി ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടുമായിരുന്നു. ആഹോർ താഴ്വരയിലേക്ക് അവനെ കൊണ്ടുപോയി അവിടെ വെച്ച് അവനെ ജനമെല്ലാം അവനെ കല്ലെറിഞ്ഞു. എല്ലാവരുടെയും മേൽ വന്ന നാശം കൊണ്ട്
എല്ലാവരും എന്നെ കല്ലെറിഞ്ഞു, അവൻ ശിക്ഷിക്കപ്പെട്ടു, അവനോടൊരു കൽക്കൂമ്പാരത്തിനുള്ളിൽ അവൻ അമർന്നു. യോശുവയും പേടിച്ചു പോയി. യോ ജീവനുള്ള ദൈവം, ദഹിപ്പിക്കുന്ന അഗ്നി, പാപത്തെ ഒരണുപോലും വിട്ടുവീഴ്ച ചെയ്യാതെ ശിക്ഷിക്കുന്ന ദൈവം, അയ്യോ എന്തു വേണ്ടു, ഈ ദൈവത്തിന് മുമ്പ് എങ്ങനെ നിൽക്കും, എങ്ങനെ മുന്നോട്ട് പോകും? ഈ ഹായിക്കോട്ട പിടിക്കണം, തന്നെയല്ല അനേകം ഭൂഭാഗങ്ങൾ പിടിക്കാനുണ്ട്. പെരിസ്യര്, ഹിവ്യര്, യബൂസിര്, അമാലേക്കര്, അമ്മോന്യര്, മൊവാബിര് എന്നിങ്ങനെ അനേക ആളുകളുണ്ട്. ഇവരെല്ലാം ജയിച്ച് മുന്നോട്ട് പോകണം. എങ്ങനെ ചെയ്യും? എങ്ങനെ ജയിക്കും? ഈ ദൈവത്തെ സേവിക്കാൻ എങ്ങനെ സാധിക്കും? യോശുവ അങ്ങ് പേടിച്ചുപോയി. യോശുവ പരിഭ്രമത്തിലായി. ആഖാനെ കല്ലെറിഞ്ഞു കൊന്നു. ജനം ഏതാണ്ട് ഒരു നിശ്ചലാവസ്ഥയിൽ അമ്പരപ്പിൽ നിൽക്കുകയാണ്. യോശുവയോട് ദൈവം പറഞ്ഞു. അതാണ് 8-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം യഹോവ യോശുവയോട് അരുളി ചെയ്തത്, ഭയപ്പെടരുത്, വിഷാദിക്കുകയുമരുത്. പടജ്ജനത്തെ ഒക്കെയും കൂട്ടി പുറപ്പെട്ട് ഹായിയിലേക്ക് ചെല്ലുക. ഞാൻ ഹായി രാജാവിനെയും അവൻ്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം പറഞ്ഞു, നീ ജയിക്കാൻ പോവുകയാണ്. ഈ പരാജയത്തെ ഓർത്ത് നിരാശപ്പെടണ്ട. ഹായിക്കോട്ട പഠിക്കാൻ പോയപ്പോൾ എന്ന പരാജയം ഓർത്ത് വിഷമിക്കണ്ട. നിൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ലല്ലോ. നിനക്ക് ഞാൻ തന്ന വചനം നീ ജനത്തിന് കൊടുത്തല്ലോ. നീ ഒന്നും നിൻ്റേതായിട്ട് വെച്ചുകൊണ്ടിരുന്നില്ലല്ലോ. നീ ഒന്നും അത് മറച്ചു വെച്ചുകൊണ്ടിരുന്നില്ലല്ലോ. നിനക്ക് ഞാൻ തന്ന വചനം ജനത്തിന് കൊടുക്കാനായിട്ട് തന്ന വചനമല്ലേ, നീ അതേപടി കൊടുത്തല്ലോ. പേടിക്കാനില്ല മോനെ, നീ ഭയപ്പെടരുത്, നീ വിഷാദിക്കുകയും അരുത്. ഇനി മുന്നോട്ട് പോകാം, ശാപം മാറി മുന്നോട്ട് പോകാം. ദൈവം യോശുവയെ ധൈര്യപ്പെടുത്തി. സഹോദരങ്ങളെ, ശാപം മാറിയാൽ ധൈര്യപ്പെടാം. ശാപം മാറിയാൽ ഭയപ്പാട് മാറും. ശാപം മാറിയാൽ ഹൃദയത്തിൻ്റെ വേദനകൾ മാറും. ശാപം മാറിയാൽ രോഗം മാറും. ശാപം മാറിയാൽ വിജയം ലഭിക്കും. ഏതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ശാപം വന്നിട്ടുള്ളത്? ശാപം എന്തെല്ലാം കാര്യങ്ങളാണ്? ആവർത്തന പുസ്തകം 27-ാം അധ്യായം എടുക്കൂ. ആവർത്തന പുസ്തകം 27-ാം അധ്യായം, അവിടെ നാം കാണുന്നു എന്തെല്ലാമാണ് ശാപങ്ങൾ. 27-ാം അധ്യായം ശാപത്തെക്കുറിച്ച് പറയുന്നൊരു അധ്യായമാണ്. 27-ാം അധ്യായം 15-ാം വാക്യം മുതൽ. ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഏതെങ്കിലും വിഗ്രഹം ഉണ്ടാക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കൊത്തിയോ വാർത്തോ വിഗ്രഹം ഉണ്ടാക്കരുത്. സ്നേഹിതരെ, ഞാൻ പറയട്ടെ, നാം ആരും അങ്ങനെയുള്ള വിഗ്രഹങ്ങളെ നമസ്കരിക്കുന്നവരൊന്നുമല്ല. പക്ഷേ ഇന്ന് അനേകം പേര് മനുഷ്യരെ ദൈവത്തെ പോലെ കാണുന്നുണ്ട്. മനുഷ്യരെ ദൈവത്തെ പോലെ പൂജിക്കുന്നവരുണ്ട്. അത് ശാപകരമായ കാര്യമാണ്. പലരും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. മനുഷ്യ ദൈവങ്ങളെ പൂജിക്കരുത്. മനുഷ്യ ദൈവത്തെ പോലെ കാണരുത്. മനുഷ്യൻ മനുഷ്യനാണ്. സകല മനുഷ്യരും, എല്ലാ മനുഷ്യരും മനുഷ്യരാണ്. മനുഷ്യൻ മനുഷ്യനാണ്, മറക്കരുത്. മനുഷ്യൻ ജഡീകനാണ്. മനുഷ്യൻ പാപമയമുള്ള പ്രകൃതിയുള്ളവനാണ്. മനുഷ്യൻ പാപത്തോട് ചായ്വുള്ളവനാണ്. ഇൻക്ലൈൻ ടു സിൻ, പാപത്തോട് ചായ്വുള്ളവനാണ്. ഏത് മനുഷ്യനും, ആരും തികഞ്ഞവരല്ല. അതുകൊണ്ട് ആരെയും പൂജിക്കരുത്, ആരെയും ആരാധിക്കരുത്. വിശുദ്ധന്മാരെയും ആരാധിക്കരുത്. വിശുദ്ധന്മാരെ ആദരിക്കാം, പക്ഷെ ആരാധിക്കരുത്. വിശുദ്ധന്മാരെ ആദരിക്കാം, പക്ഷെ വിശുദ്ധന്മാരെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യനായ ഒരാളേ ഉള്ളൂ. അത് നമ്മുടെ പാപം പരിഹരിക്കാൻ കുരിശിൽ മരിച്ച രക്ഷകനായ ക്രിസ്തു മാത്രം. പരിശുദ്ധന്മാരില്ല, പരിശുദ്ധൻ ഏകനേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. രക്ഷിതാക്കളില്ല, രക്ഷിതാവ് ഒന്നേ ഉള്ളൂ. രക്ഷകന്മാരില്ല, രക്ഷകൻ ഒന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ കാര്യം ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ഓർക്കൂ, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി പോകരുത്. മനുഷ്യ വിഗ്രഹങ്ങളെ നമസ്കരിക്കരുത്. വിഗ്രഹത്തെ ഉണ്ടാക്കി പോകരുത്. പിന്നെ കൂട്ടുകാരൻ്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ആരുടെയും അപഹരിക്കരുത്, അതിര് നീക്കരുത്, വരമ്പ് മാറ്റരുത്, അതിർത്തി തർക്കം ഉണ്ടാകരുത്, അന്യൻ്റേത് അധീനപ്പെടുത്തരുത്. മറക്കരുത്, കൂട്ടുകാരൻ്റെ അതിർ നീക്കരുത്. ദൈവത്തിന് സ്തോത്രം. വേറൊരാൾക്ക് അർഹതയായത് നാം തട്ടിയെടുക്കരുത്. വേറൊരാൾക്ക് അർഹതയുള്ളത് നാം വഞ്ചിച്ചെടുക്കരുത്. നാം അത് സ്വന്തമായി അപഹരിച്ചെടുക്കരുത്. കൂട്ടുകാരൻ്റെ അതിർ നീക്കരുത്. വീണ്ടും 18-ാം വാക്യം. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. വീണ്ടും 19-ാം വാക്യം. പരദേശിയുടെയും അനാഥന്റെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ. വിധവയുടെ ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ. വിധവ, പാവം, ഭർത്താവ് മരിച്ചുപോയി. ആ സാധു സ്ത്രീയെ ഒരിക്കലും നഷ്ടം വരുത്തരുത്. വിധവയെ വിഷമിപ്പിക്കരുത്.
എന്താ പറഞ്ഞത്? പരദേശിയുടെയും അനാഥൻ്റെയും വിധവയുടെയും ന്യായം മറിച്ച് കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ. അടുത്തത് 20-ാം വാക്യം. അപ്പന്റെ ഭാര്യയോടുകൂടെ ശയിക്കുന്നവൻ അപ്പന്റെ വസ്ത്രം നീക്കിയതുകൊണ്ട് ശപിക്കപ്പെട്ടവൻ. ലജ്ജാകരമായ ഹീനപ്രവൃത്തി ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അടുത്ത 21-ാം വാക്യം. വല്ല മൃഗത്തോടും കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. മൃഗത്തോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. വീണ്ടും 22-ാം വാക്യം. അപ്പന്റെ മകളോ അമ്മയുടെ മകളോ ആയ സഹോദരിയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഏറ്റവും ഹീനമായ വൃത്തികെട്ട് അശുദ്ധഭാവം ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. 23-ാം വാക്യം. അമ്മാവി അമ്മയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ലജ്ജാകരമായ പാവം ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. വീണ്ടും 24-ാം വാക്യം. കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശപിക്കപ്പെട്ടവൻ. കൂട്ടുകാരനെ കൊല്ലുന്നവൻ, കൊലപാതകി ശപിക്കപ്പെട്ടവൻ. വീണ്ടും അടുത്ത വാക്യം. കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. വാടക കൊല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. കൂലിത്തല്ല് നടത്തുന്നവൻ ശപിക്കപ്പെട്ടവൻ. കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. 28-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം ശാപത്തിൻ്റെ വലിയ നീണ്ട കണക്ക്. അടുത്ത അധ്യായം വായിക്കുമ്പോൾ ആവർത്തനം 28-ാം അധ്യായം നിങ്ങൾ പിന്നെ വായിച്ച് നോക്കിയാൽ മതി. ശാപത്തിൻ്റെ നീണ്ട പട്ടിക കാണാം. ശാപം. ദൈവത്തിന് സ്തോത്രം. ശാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യനെ കർത്താവായ യേശുക്രിസ്തു ശാപത്തിൽ നിന്ന് മോചനം നിന്ന് വിടുവിച്ചു. ശാപത്തിൽ നിന്ന് മോചനം നിന്ന് വിടുവിക്കുവാൻ കർത്താവ് ക്രൂശിൽ മരിച്ചു. അതാണ് ഗലാത്യ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം കാണുന്നത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. സഹോദരങ്ങളെ, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപഗ്രസ്തനായി തീർന്നു. അനുഗ്രഹിക്കാൻ വന്നവൻ ശാപം ഏറ്റെടുത്തു. നമ്മുടെ ശാപം ഏറ്റെടുത്തു. അനേകര് മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവരുണ്ട്. അമ്മയെ തള്ളി വീഴിക്കുകയോ തല്ലുകയോ തല്ലി ഇറക്കുകയോ ചെയ്യുന്നവരുണ്ട്. ശാപകരമാണ്. മോനെ, അത് ഈ ഭൂമിയിലും പിന്നീട് വരാനിരിക്കുന്ന ലോകത്തും അനർത്ഥമാണ്. അപ്പനെ ഉപദ്രവിക്കുകയോ അപ്പനെ ചീത്ത പറയുകയോ അപ്പനെ പുച്ഛിക്കുകയോ ചെയ്യുന്നവരുണ്ട്. ശാപകരമാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തുന്നവരുണ്ട്. ശാപകരമാണ്. മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തുന്നവരുണ്ട്. ശാപകരമാണ്. പാവപ്പെട്ടവനെ ഉപദ്രവിക്കുന്നവരുണ്ട്. ശാപകരമാണ്. നിസ്സഹായനെ കഠിനമായി മർദ്ദിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നവരുണ്ട്. ശാപകരമാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കുന്ന ആരെങ്കിലും ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? ആരെയെങ്കിലും നേരെ നിങ്ങൾ കയ്യോങ്ങിയിട്ടുണ്ടോ? ആരെയെങ്കിലും നിങ്ങൾ അടിച്ചിട്ടുണ്ടോ? ആരെയെങ്കിലും നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടോ? ഭാര്യയെ തല്ലിയിട്ടുണ്ടോ? ആ സാധു സ്ത്രീയെ മർദ്ദിച്ചിട്ടുണ്ടോ? ആ സ്ത്രീക്ക് വേദന വരുത്തിയിട്ടുണ്ടോ? സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. ഭാര്യയെ ബഹുമാനിക്കണം, ഭാര്യയെ ആളുകളെയും ബഹുമാനിക്കണം. എല്ലാം അല്ലെങ്കിൽ ശാപകരമായി തീരും. ചിന്തിച്ചു നോക്കൂ. ഭർത്താവിനെ ആദരിക്കാതിരുന്നിട്ടുണ്ടോ? ഭർത്താവിനെ വിട്ട് അന്യപുരുഷൻ്റെ കൂടെ പോയിട്ടുണ്ടോ? ശാപകരമാണ്. അതെല്ലാം തീർത്താൽ തീരാത്ത നഷ്ടമായി തീരും. വലിയ നാശത്തിന് കാരണമായി തീരും. സ്വന്തം ഭാര്യയെ അവൾ ഏതാനും നാൾ കഴിയുമ്പോൾ അവളോട് തൃപ്തിയില്ലാതായി, സംതൃപ്തിയില്ലാതായി, നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അന്യ സ്ത്രീയുടെ കൂടെ പോകുന്നവരുണ്ടോ? ശാപകരമാണ്. ഒട്ടേറെ കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ട്. നിങ്ങൾ ചിന്തിക്കൂ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ശാപങ്ങൾ എന്തെല്ലാം വന്നിട്ടുണ്ട്. ആ ശാപങ്ങളെല്ലാം ഏറ്റെടുത്ത് ആ ശാപം മുഴുവൻ തലയിൽ വഹിച്ചുകൊണ്ട് എൻ്റെ യേശുവേ, നീ ക്രൂശിൽ മരിച്ചല്ലോ എന്ന് നിങ്ങൾ സത്യം വിശ്വസിക്കൂ. ഇത് വിശ്വസിച്ച് നിങ്ങൾ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ രോഗം മാറും. നിങ്ങൾക്ക് കാണാം, ശരീരത്തിൽ രോഗം മാറും. ദൈവത്തിന് സ്തോത്രം. പാപം ക്ഷമിച്ച് കിട്ടുമ്പോൾ രോഗം മാറും. പാപം ക്ഷമിച്ച് കിട്ടുമ്പോൾ ശാപം മാറും. ശാപം മാറുമ്പോൾ രോഗം മാറും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഐശ്വര്യം ലഭിക്കും. സഹോദരങ്ങളെ, നിങ്ങൾക്ക് സമാധാനകാലം ലഭിക്കും. നിങ്ങൾക്ക് ശുഭകാലങ്ങൾ ലഭിക്കും. നിങ്ങൾക്ക് സന്തോഷവും ഐശ്വര്യം ലഭിക്കും. നിങ്ങൾക്ക് സമൃദ്ധി ലഭിക്കും. നിങ്ങളുടെ കടത്തിനെല്ലാം ഒരു പോംവഴി ഉണ്ടാകും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പൊറുതി ഉണ്ടാകും. പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകും. അനുഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അനേകരുടെ അനുഭവമാണിത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ശാപമായിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടോ? എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഉപവാസത്തോടെ ഇരുന്ന് നോക്കൂ. അല്ല, ഒരു 3 ദിവസം നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്ന് നോക്കൂ. കഴിവുള്ളതുപോലെ ഉപവാസം എടുത്താൽ മതി. നിങ്ങളൊന്ന് ഇരിക്കൂ. എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റാണ് വന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം പാവം വന്നത് നിങ്ങളുടെ ഓർമ്മയിലുള്ളതെല്ലാം നിങ്ങൾ കുറിച്ച് വയ്ക്കൂ. വേറെ ആരും കാണരുത്. ഒരിക്കലും വേറെ ആരും കാണിക്കരുത്. നിങ്ങളുടെ ഓർമ്മയിലുള്ളതെല്ലാം, എന്തൊക്കെ പാപം നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എല്ലാം കുറിച്ച് വയ്ക്കൂ. എന്നിട്ട് നിങ്ങൾ പറയണം, കർത്താവേ, ഈ പാപങ്ങളെല്ലാം മൂലം ശാപത്തിൻ്റെ വലിയൊരു കൂമ്പാരം തലമേലിരിക്കുന്നു. ശാപത്തിൻ്റെ വലിയൊരു കൂമ്പാരം തലമേലിരിക്കുന്നു.
കർത്താവേ, എനിക്ക് എണ്ണിയാൽ തീരാത്തത്ര ശാപങ്ങളും പാപങ്ങളും എൻ്റെ മേൽ വന്നിരിക്കുന്നു. ഈ ശാപമെല്ലാം നീ വഹിച്ചാണല്ലോ നീ കുരിശിൽ മരിച്ചത്. നാഥ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ ശാപമെല്ലാം നീ വഹിച്ചു. പണാഭരണം നടത്തിയപ്പോൾ വന്ന ശാപങ്ങൾ, മദ്യപാനം ചെയ്തപ്പോൾ വന്ന ശാപങ്ങൾ, കർത്താവ് വ്യഭിചാരം ചെയ്തപ്പോൾ വന്ന ശാപങ്ങൾ, എൻ്റെ കർത്താവേ, ഭർത്താവ് ഇരിക്കെ ആ സാധു മനുഷ്യനെ വേദനിപ്പിച്ച് അവൻ്റെ ഭാര്യയെ അപഹരിച്ചപ്പോൾ വന്ന ശാപങ്ങൾ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ശാപങ്ങളാണ് വന്നുപോയത്, എല്ലാം എൻ്റെ തലമേലിരിക്കുന്നു. ആ ശാപമെല്ലാം നീ കുരിശിൽ വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഇനി എനിക്ക് നീ ഒരു ആയുസ് തന്നാൽ എൻ്റെ ആയുസിൻ്റെ ഓരോ നിമിഷവും പാപത്തിൻ്റെ കണികയേശാതെ ഞാൻ ജീവിക്കും. നിങ്ങൾക്ക് ദൈവത്തോട് പറയാൻ തോന്നുന്നുണ്ടോ? ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കാൻ തോന്നുന്നുണ്ടോ? ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങളെല്ലാം മാറ്റി സമ്പൂർണ്ണമായി ദൈവത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ വചനത്തെ മാനിച്ചും സ്നേഹിച്ച് നിൽപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എങ്കിൽ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എൻ്റെ ശാപം വഹിച്ച് കുരിശിൽ മരിച്ച രക്ഷക, എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാനിതാ തരുന്നു. നാഥ, എന്നെ നീ വിശുദ്ധീകരിക്കണമേ, എന്നെ നീ കഴുകണമേ. യോശുവ ഭയപ്പെട്ടു പോയി. യോശുവ ഭയന്നു പോയപ്പോൾ ദൈവം പറഞ്ഞു, യോശുവയെ, നീ ഭയപ്പെടേണ്ട, നീ വിഷാദിക്കേണ്ട. എല്ലാ ശാപവും ഏറ്റെടുത്തിരിക്കുന്നു, എല്ലാ പാവവും മാറ്റിയിരിക്കുന്നു, അതിന് ശിക്ഷയെല്ലാം കൊടുക്കേണ്ടടുത്ത് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ നിനക്ക് ഞാൻ മോചനം തന്നിരിക്കുന്നു. നീ ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്. ഭയപ്പാടിരിക്കുന്നവരാരെല്ലാം ഉണ്ട്. വന്നുപോയ പാവത്തെ ഓർത്ത്, വന്നുപോയ നഷ്ടത്തെ ഓർത്ത്, വന്നുപോയ പരാജയത്തെ ഓർത്ത് ഭയത്തിലും വിഷാദത്തിലിരിക്കുന്നവരാരെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ജയം തരാൻ യേശുദാ വന്നിരിക്കുന്നു. നിങ്ങളെ സമാധാനപ്പെടുത്താൻ യേശുദാ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ശാന്തി തരാൻ യേശുദാ വന്നിരിക്കുന്നു. യേശു നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ ഇതാ വന്ന് നിൽക്കുന്നു. അവൻ്റെ കരുത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമോ? നാഥ, എൻ്റെ ജീവിതം, എൻ്റെ ഭാവി ജീവിതം നിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഞാനിതാ വെച്ച് തരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പറയാം, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കാം. യേശുവിനോട് വാക്ക് പറയാം, യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ വകയായി ജീവിക്കും. എൻ്റെ നാഥ, ഈ നിമിഷം മുതൽ ഞാൻ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ സ്വന്തമായി ജീവിക്കും. പാപത്തിന് ഞാൻ ഇടം കൊടുക്കുകയില്ല, പിശാചിന് ഞാൻ ഇടം കൊടുക്കുകയില്ല, ശാപത്തിന് ഞാൻ ഇടം കൊടുക്കുകയില്ല. ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. സമർപ്പിക്കൂ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ, രക്തത്തിൽ ആശ്രയിക്കൂ, തിരുനാമത്തെ മഹത്വപ്പെടുത്തൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ അത്ഭുതകരയാൽ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ക്രൂസിൽ മരിക്കുകയും തിരക്തത്താൽ ഞങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, തിരക്തത്താൽ ഞങ്ങളുടെ ശാപങ്ങൾ മരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും തഴുകണമേ. കർത്താവേ, അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും വിശുദ്ധീകരിച്ച് ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.